ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത്. ഇറ്റ്സ് ഇംപോസിബിൾ. ചേട്ടൻ എന്നോട് പറഞ്ഞു അവര് കാണിച്ചത് വൃത്തികേടാണ്, ഞാനത് അവരോട് വ്യക്തിപരമായിട്ടും അവരോട് അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? എന്നെ പുറത്താക്കിയതിന് സഹിച്ചേട്ടൻ യോജിക്കുന്നുണ്ടോ? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചേംബർ സെക്രട്ടറിയാണ് ഈ പറയുന്നത്. ചേംബർ ജനറൽ സെക്രട്ടറി പറയുന്നു ഒരു വ്യക്തി ഒരു സംഘടന പുറത്താക്കുന്നത് ചേംബർ വിടില്ല ഞാൻ പറഞ്ഞോ. അല്ല പറയട്ടെ, ചേംബറിൽ പരാതി സാന്ദ്ര തോമസ് അതിൽ നൽകിയിട്ടില്ല. എന്നാൽ ചേംബറിൽ പരാതി സാന്ദ്ര തോമസ് പലപ്പോഴും നൽകിയിട്ടുണ്ട്. ചേംബറിൽ പരാതി സാന്ദ്ര തോമസ് അതിൽ നൽകിയിട്ടില്ല. എന്നാൽ ചേംബറിൽ പരാതി സാന്ദ്ര തോമസ് പലപ്പോഴും നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്താ ഒരു ആൾ ലീഗലായിട്ട് കോടതിയിലോട്ട് നീങ്ങിയാൽ കോടതിയിൽ പോയി നീതിക്ക് വേണ്ടി പോകുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സംഘടനയ്ക്ക് ഇടപെടാൻ റൈറ്റ് ഇല്ല. അത് ശരിയാ. അതിനു മുമ്പ് സാന്ദ്ര കോടതി കേസ് കൊടുത്തു. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ഇവിടെ നിന്ന് പറയുകയാണ് ആ പുറത്താക്കി തെറ്റാണെന്ന് പറയുകയാണ്. ഇനിയെങ്കിലും ഇടപെടുമോ? ഫിലിം ചേംബർ പറയുവോ? അസോസിയേഷനോട് പറയുവോ ഈ പുറത്താക്കൽ തെറ്റിപ്പോയി, അവരെ തിരിച്ചെടുക്കണമെന്ന് പറയുമോ? ഒന്നും നടക്കാൻ പറയാൻ പറ്റില്ല. കോടതി അതല്ലേ സാധ്യത. ഫിലിം ചേംബറിന് ഒരു ബൈല ഉണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ബൈല ഉണ്ട്, എല്ലാ സംഘടനയ്ക്കും ബൈല ഉണ്ട്. നടുക്കാരിൽ ചെന്നാലും ശരി അത് നക്കിയേ കുടിക്കുള്ളൂ. അത് സാന്ദ്ര എന്നും അന്ന് തൊട്ട് സാന്ദ്ര ഫ്രം ദ വെരി ബിഗിനിങ് ടു ദിസ് ടിൽ മൂവ്മെന്റ് സാന്ദ്രയോട് ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ്. പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ പോലെയാണ് കാണുന്നത് എന്നോട് പറഞ്ഞു. ഇതേ സഹിച്ചേട്ടൻ ഇത് തന്നെ മറ്റു വനിതാ പ്രൊഡ്യൂസറെ വിളിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സഹോദരിയെ പോലെയാണ്. തീർച്ചയായിട്ടും ഇതേ സഹിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാന്ദ്രയെ കാണുന്ന പോലെയല്ല ഞങ്ങൾ അവരെ കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? മലയാള സിനിമയിലെ ഞാൻ അത്രക്കാരനല്ല. ഏറ്റവും അടുപ്പമുള്ള വനിതാ പ്രൊഡ്യൂസർ സാന്ദ്രയാണ്. രണ്ടാമത് അടുപ്പമുള്ള ഈ അടുത്ത നാളിൽ റാണിയാണ്. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. സാങ്കല്പിക ചോദ്യത്തിന് എങ്ങനെ ഉത്തരം വരുന്നത്? അവിടെ വെള്ളം പറ്റും, പട്ടി ഇപ്പുറം വരും, എന്നെ അല്ല ചുമ്മാ എനിക്ക് കാശ്മീർ കുഞ്ഞായ്മ കൈയിരിക്കട്ടെ. ഒന്ന് ഒതുക്കേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. വെള്ളമല്ല സാറേ കാണിച്ചേ. ഇനി വല്ല സിറിഞ്ചോ പോകുക. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് അല്പസമയം മുമ്പ് പറഞ്ഞതാണ് പുറത്താക്കിയ തെറ്റായി പോയി എന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ പത്രക്കാർക്ക് ഒരു പരിപാടിയുണ്ട്, വായിക്കറി വെടിവെക്കും. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. ചേംബർ ജനറൽ സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത അച്ചടക്ക ലംഘനം എന്താണ്? ഇപ്പൊ മനസ്സിലായോ? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കെടരുത്. പ്രൊഡ്യൂസർ അസോസിയേഷനോട് ഞാൻ ഇത് പേഴ്സണലി ചോദിച്ചു. ശ്രീ പ്രസിഡന്റ് ആന്റോ ജോസഫിനോടും രാകേഷിനോടും ഞാൻ ചോദിച്ചു. ഈ ലെസ്റ്റിഷിപ്പിനോട് ഞാൻ ചോദിച്ചു. അല്ല അവരോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. സാന്ദ്ര പറയുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ചില പരിമിതികളുണ്ട്. ഒരു പരിമിതികളുണ്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സാന്ദ്ര ഏറ്റവും കൂടുതൽ പരാതി അല്ലെങ്കിൽ സാന്ദ്ര ഏറ്റവും കൂടുതൽ എല്ലാ പ്രശ്നവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നോടാണ്. സാന്ദ്ര പറയട്ടെ, കണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ക്രിസ്ത്യൻ സ്റ്റീഫൻ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായത്? ഇത് തന്നെ ഇങ്ങനത്തെ അന്യായങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ലിസ്റ്റിന് അതിലേക്ക് വരുന്നത്. ഇപ്പൊ ലിസ്റ്റിനും അതിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഞങ്ങളുടെ മെമ്പർ അല്ല സാന്ദ്രയുടെ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഞങ്ങൾ എങ്ങനെ അവരോട് പറയും? അതിനോട് ചോദിച്ചു ഉത്തരം. ഫിയോക്കിലേക്ക് എന്നെ വിട്ടതാരാ? പ്രൊഡ്യൂസേഴ്സ്. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. വേണ്ട, ഈ ചർച്ചയിൽ ഒരു വില്ലനെ വേണം. ആ വില്ലനെ എന്നെ ആക്കുക. എല്ലാം ദൈവനിശ്ചയം. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.